ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമദാനിലെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ അത്താഴത്തിന് നീറ്റതിന് ശേഷം ഒന്ന് ബാൽക്കണിയിൽ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ ആയി. ഇനി ഐസിന് സ്കൂളിൽ പറഞ്ഞു വിടണം. അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. പാൻ കേക്കാണ്. 2 സെറ്റ് പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് കഴിക്കാനും ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടാനും. പിന്നെ കുറച്ച് ഗ്രേപ്സും 2 ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആളിത് റെഡിയായി പോവുകയാണ്. കുറച്ച് മടിയുണ്ട് രാവിലെ എണീറ്റ് പോകാൻ വേണ്ടിയിട്ട്. നേരത്തെയാണല്ലോ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട്. അപ്പോൾ ഇക്കത് അവനെ ബസ്സിൽ കൊണ്ടുവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നാൾക്ക് യെല്ലോ കളർ ഡേ ആണ്. അതുകൊണ്ടാണ് യെല്ലോ യൂണിഫോം ഇല്ലാതെ യെല്ലോ കളർ ഡ്രസ്സ് ഇട്ട് പോകുന്നത്. ഐസി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഞാനൊന്ന് കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് നീറ്റ് പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും അവൻ വരാനായി. അപ്പോൾ റമദാൻ ആയതുകൊണ്ട് കുറച്ച് ടൈമേ സ്കൂളുള്ളൂ. വിൻ്റർ കഴിയാനായതുകൊണ്ട് ഇപ്പോൾ പ്ലാന്റ്സിലെ ഫ്ലവർ ഒന്നുമില്ല. കുറേ ഫ്ലവറൊക്കെ പോയി. ഐസിന് വന്നു. ഐസിനെ ഞാൻ പോയി പിക്ക് ചെയ്തു. അവന് റൂമിലേക്ക് പോകാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ലിഫ്റ്റിൽ പോവാണ്. അവൻ വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ ഇഫ്താർ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. ഇഫ്താർ പ്രിപ്പറേഷൻസാണ് ഇന്ന് നമ്മൾ പാർക്കിൽ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് 2 സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ പഫ്സും എഗ് ബോക്സുമാണ്. അപ്പം ചിക്കൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് വെള്ളം കൂടെ ഇട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എഗ് ബോക്സിലേക്കുള്ള മുട്ട കൂടി പുഴുങ്ങിയെടുക്കണം. ഞാൻ ഇന്ന് ഒരൊറ്റ മസാല വെച്ചിട്ട് 2 സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പഫ്സും എഗ് ബോക്സും. അപ്പം മസാല ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഒന്നിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നു, ഒന്നിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ് പെല്ലിൽ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 4 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഗരം മസാല ആണെങ്കിൽ അതായാലും ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ. ഞാൻ ഉപ്പ് ഇടുന്നതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് അത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പകുതി മസാല നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ആ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ, നേരത്തെ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ചോപ്പറിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല റെഡി ആയല്ലോ. ഇനി നമുക്ക് ചിക്കൻ പഫ്സിലേക്കുള്ള പഫ് പേസ്റ്റ് വെച്ച് മസാല ഇതുപോലെ അതിൻ്റെ മിഡിൽ വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ്റെ മസാല മിഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒക്കെ കിട്ടുന്ന ഈ ചിക്കൻ പഫ്സിൻ്റെ അതേ ഷേപ്പിൽ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതെൻ്റെ കുക്കിംഗ് റേഞ്ചിൽ ഓവനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പാൻ ഓവൻ മോഡിലിട്ടിട്ടാണ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്തത്. അതിനുശേഷം അത് ഓഫ് ചെയ്തിട്ട് ഗ്രിൽ മോഡിലിട്ടിട്ട് 10 മിനിറ്റ്സ് കൂടെ ഒരു 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. പഫ്സ് അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്രഞ്ചി പഫ്സാണ്. ഈ പഫ്സിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഇനി നമുക്ക് എഗ് ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അതും അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് വെച്ചിട്ട് എഗ് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ടൈപ്പിൽ ഈ ബോക്സ് മടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് സമൂസ ഷീറ്റാണ് കേട്ടോ. 2 സമൂസ ഷീറ്റ് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മിഡിലിൽ മസാലയും എഗ്ഗും വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം.
എന്നിട്ട് മൈദൻ്റെ പേസ്റ്റ് ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ദിവസം തന്നെ നമുക്ക് 2 സ്നാക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു മസാല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മളിതുപോലെ എഗ് ബോക്സൊക്കെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മെത്തേഡും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മിഡിൽ ക്രിസ്ക്രോസായി വെച്ചിട്ട് അതിൻ്റെ മിഡിൽ മസാല മിക്കും വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്, എന്നാലും രണ്ടും നല്ലത് തന്നെ. എണ്ണ ഒന്നും കടക്കുന്നില്ല. അത് സമൂസ ഷീറ്റാണ്, 2 ഷീറ്റ് ഇതുപോലെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യും, അതുപോലെ ചിക്കൻ പഫ്സും എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതാ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് സൈഡും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞങ്ങൾക്ക് പാർക്കിലാണ് നോമ്പ് തുറ. അപ്പം ഉമ്മയുടെ വക കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളും ജ്യൂസൊക്കെ കഴിച്ചിട്ട് പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ ധൃതിയായിട്ട് സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്ക് ഇക്കാടെ വക ഒരു ചിക്കൻ പൊക്കോട കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കാം. ഫ്രൈ ചെയ്യുന്നതും കൂടെ അതും കൂടെ ഫ്രൈ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളിതാ പാർക്കിലെത്തി. നമ്മളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലാണ് ഇന്ന് നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ളത്. അതിനെന്താ ഉമ്മയും മുന്നേ ഉപ്പയൊക്കെ എത്തിയിട്ടുണ്ട്. അവർ മാറ്റൊക്കെ വിരിച്ച് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാണ്. ഉമ്മ കട്ട് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ജ്യൂസും വെള്ളവും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അതുപോലെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സ്നാക്സൊക്കെ നമ്മളെല്ലാവരും സ്നാക്സൊക്കെ നിരത്തി വെച്ചു. ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണിപ്പോൾ. നമ്മൾ കുറച്ച് ലൈറ്റ്സൊക്കെ റമദാൻ്റെ ലൈറ്റ്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ എഗ് ബോക്സ് ഉണ്ട്, പിന്നെ ഉമ്മയുടെ വക കിളിക്കൂട് ഉണ്ടായിരുന്നു, പഴംപൊരി, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചിക്കൻ പഫ്സ്, ചിക്കൻ പക്കോട, ഇറച്ചി കേക്ക്, പിന്നെ അമ്മ ഒരു ചട്നി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നോമ്പ് തുറക്കുണ്ടായിരുന്നത്. പിന്നെ വെള്ളവും ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് വിളിച്ച് നോമ്പ് തുറക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അങ്ങനെ പാർക്കിലെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇനി പോയി വീട്ടിൽ റൂമിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ നിമിഷം പിന്നെ മെയിൻ കോഴ്സ് കഴിക്കാനും ഉമ്മയുടെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നമുക്കിന്ന് ഓൾറെഡി ഫുഡ് ഉപ്പാൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിൻ കോഴ്സിനെന്ന്. ബിരിയാണിയാണ്, 2 ടൈപ്പ് ബിരിയാണി ഉണ്ടായിരുന്നു. ഒന്നൊരു ഇന്ത്യൻ ബിരിയാണി പോലത്തതും ഒന്നൊരു അറബിക് റൈസുമാണ്. പിന്നെ അലീസ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചത് റൂമിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിൻ്റെ മുന്നിട്ട വീഡിയോസൊക്കെ നിങ്ങൾ പ്ലീസ് വാച്ച്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 2 സ്നാക്സിൻ്റെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.